അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. കരുവാരക്കുണ്ട് കൽക്കുണ്ട് അട്ടിക്ക് സമീപം പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. രാവിലെ ടാപ്പിങ്ങിനെത്തിയവരാണ് കാട്ടാനകളെ കണ്ടത്. 5 ആനകളാണ് കൂട്ടത്തിലുള്ളത്. ഇതിവിടുന്ന് കേറി പോയിട്ടില്ലേ ആൾക്കാർ വരുമ്പോഴേ ടാപ്പിംഗ് തൊഴിലാളികൾ ഒച്ചവെച്ചെങ്കിലും കാട്ടാനകൾ കാടുകയറാൻ തയ്യാറായില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആനകളെ തുരത്തുന്നത്. കൽക്കുണ്ടിലെ ചർച്ചിനകത്തടക്കം ആന കയറുകയാണ്. വനപാലകർ സ്ഥലത്തെത്തി കാട് കയറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി കരുവാരക്കുണ്ട് കൽക്കുണ്ടിലെ ഈ കൃഷിയുടെ ജനവാസ കേന്ദ്രങ്ങളിലും ഈ കാട്ടാനക്കൂട്ടം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുറെ കൃഷികളും മറ്റും നശിപ്പിച്ചു. കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചിനകത്ത് കാട്ടാന കയറിയുണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷികളും അതുപോലെ മറ്റു കാര്യങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനോ മറ്റ് നടപടികൾക്കോ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റോ ഫോറസ്റ്റോ ബന്ധപ്പെട്ടവരോ എന്നും രംഗത്ത് വരുന്നില്ല. ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് പല പ്രാവശ്യം കർഷകരായ ആളുകൾ ഇതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ജീപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അടിയന്തരമായി ഇവിടുത്തെ കാട്ടാനക്കൂട്ടത്തെ ഇവിടുന്ന് വരാതിരുന്ന് ഈ കർഷകരെയും ഈ ജനവാസ കേന്ദ്രത്തിലും കാട്ടാന ഇറങ്ങാതെ ഇരിക്കാനുള്ള സംവിധാനമാണ് ഈ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ടത്. മാസങ്ങളായി കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നതിനാൽ കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.